കഴിഞ്ഞ കുറേ നാളുകളായി UDF ക്യാമ്പായിരിക്കാം അല്ലായിരിക്കാം, എന്തായാലും കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷിൻ്റെ ആ ഒരു പ്രശസ്തിയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ താറടിച്ച് കാണിക്കുന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ കൊല്ലം പോർട്ട് ആ മേഖലയിൽ നിന്ന് ഒരു പ്രചരണം, മീൻ വെള്ളം കോരി അങ്ങയുടെ മുഖത്തേക്ക് ഒഴിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ഇത് എനിക്ക് പുത്തരിയല്ല. കുറേ നാളായിട്ട് ഇങ്ങനെ ഒരുപക്ഷെ അവർ പറയുന്നത്, അതിൻ്റെ കുറച്ച് ആൾക്കാർ എന്നോട് പറയുന്നത് മുകേഷിനെ പറ്റി പറഞ്ഞാലല്ലേ എല്ലാവരും വായിക്കത്തുള്ളൂ, മുകേഷിൻ്റെ ഒരു ന്യൂസ് വന്നാലല്ലേ എല്ലാവരും കാണത്തുള്ളൂ. അതുകൊണ്ട് മുകേഷിനെ ടോട്ടലായിട്ട് കേരളത്തിൽ ഒന്നടങ്കം പിടിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു പാപ്പരത്വമാണ്. ഇവിടെ ഇങ്ങനെ മീൻവെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ആളിനെ കണ്ടെത്തി നമ്മളെ ആൾക്കാർ പോയി ചോദിച്ചു എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ മകളാണ് ഏറ്റവും കൂടുതൽ, അദ്ദേഹത്തിൻ്റെ മകളാണ് ഏറ്റവും കൂടുതൽ ശോഭിച്ചത്. കാര്യം ഞങ്ങൾക്കെല്ലാം തന്നത് മുകേഷ് MLA ആണ്, ഞങ്ങൾക്ക് ആ കാര്യം നേടിത്തന്നത്, ഈ കാര്യം നേടിത്തന്നത് ഈ തീരദേശത്തുള്ള എല്ലാം ചെയ്തിട്ട് ഈ അച്ഛൻ എന്ത് കാര്യമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം അച്ഛൻ വന്നു. അച്ഛൻ പറയുന്ന ആരോ മദ്യം മേടിച്ചു കൊടുത്തിട്ട് പറയണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു എനിക്ക് മാപ്പ് എന്നൊക്കെ പറഞ്ഞു. അത് ഇവിടെ തീരുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കുന്നംകുളത്തുള്ള ഒരാൾ 3 സ്ത്രീകളുടെ ഇവരാണ് മീൻവെള്ളം ഒഴിച്ചത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ വരികയാണ്. ഇന്നലെ സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്ക് രാധാകൃഷ്ണൻ മിനിസ്റ്റർ എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം പറഞ്ഞു ഞാനിത് കണ്ടു, ഞാൻ ആ സ്ത്രീകളുടെ വീട്ടിലേക്ക് പോവുകയാണ്, ആ പെൺകുട്ടികളുടെ വീട്ടിലേക്ക് പോവുകയാണ്, ഞാൻ രാത്രി പറയാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ വീട്ടിലോട്ട് പോയപ്പോഴത്തേക്ക് അവർ പറയുന്നു ഞങ്ങൾ മനസ്സാവാച അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ 10 കൊല്ലം മുമ്പ് വേറൊരു ആവശ്യത്തിനെടുത്ത ഈ ഫോട്ടോയാണ് ഇവരിത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് മീൻവെള്ളം ഒഴിച്ചെന്നാണ് പറയുന്നത്. പെൻഷൻ അപ്ലൈ ചെയ്തിട്ട് പോലുമില്ല, ഒരാൾക്ക് കിട്ടുന്നുമുണ്ട്. അപ്പോൾ അവർ നിയമ നടപടിക്ക് പോകണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വേറൊരാൾ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു. അയാൾ KSEB ഒരു ഉദ്യോഗസ്ഥനാണ്. ഇതേ കണക്ക് ഒരു പോസ്റ്റ് ഇട്ടിട്ട് അയാളുടെ ഒരു വീഡിയോ അയച്ചു തന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു നിയമ നടപടിക്കൊന്നും പോകണ്ട, കാര്യം അതുമൊക്കെ അവർക്കൊരു വിഷമാണ്, നമ്മൾ അങ്ങനെ ആരെയും വിഷമിപ്പിക്കാൻ പാടില്ല. ഈ തരത്തിലുള്ള ഒരുപാടാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ 2 സ്ത്രീകൾ കൊല്ലത്ത് ഞങ്ങൾ മുകേഷിന് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ് 2 പേര് ഫോട്ടോ സഹിതമൊക്കെ ഇവിടെ വന്നു. അന്വേഷിച്ചപ്പോഴത്തേക്ക് ഒരാളുടെ വോട്ട് ചാത്തന്നൂരിലും ഒരാളുടെ വോട്ട് ചവറയിലും. ഇവരിനി എനിക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാലും വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾ ഉൾപ്പെടെയാണ് നമ്മൾ മുമ്പിൽ വരുന്നത്. ഈ തരത്തിൽ ഇങ്ങനെ അഭിഖ്യാതികൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സഹതാപമാണ്. എനിക്ക് വിഷമവും സങ്കടവും ദേഷ്യമൊന്നുമില്ല, സഹതാപമാണ്. പിന്നെ ഞങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ന് UDF BJPക്കൊക്കെ പറയാം. അറിഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശക്തമായി പറയണം, ഇത് ഇങ്ങനെ ഞങ്ങളുടെ ആളല്ല, ഇത് വേറെ ആൾക്കാരാണെന്ന് പറയാനുള്ള ചെങ്കുട്ടി ഞാൻ പറയും. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഈ തരത്തിലുള്ളൊരു രാഷ്ട്രീയ അപവാദം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരെ കണ്ടിട്ട് പറയും അത് നമ്മുടെ ടാക്ടിക്സ് അല്ല, നമ്മുടെ അജണ്ടയിലുള്ളതല്ല എന്ന് ഞാൻ പറയാം. അങ്ങനെയുള്ളൊരു ഇത് ഞാൻ പറയണമെന്നുള്ള അവർ പറയത്തൊന്നുമില്ലെന്ന് എനിക്കറിയാം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, ഇവർക്കെന്ത് മീൻ വെള്ളം അത്ര മോശമാണ്? എനിക്കങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും മീൻ കഴിക്കുന്നവരാണ്, മീൻ കഴുകി തന്നെയാണ് കഴിക്കുന്നത്. മീൻ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള ഏറ്റവും വലിയ ഒരു ദുർഗന്ധം വമിക്കുന്ന അങ്ങനെ മാറ്റി നിർത്തുന്നൊന്നുമല്ല. മീൻ വെള്ളത്തിൻ്റെ മണമൊക്കെ ഞാൻ കുറേ അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷിച്ചാണ് വരുന്നത്. അതിപ്പം ഇവർ ഇത്രയും മോശമായിട്ട് പറയേണ്ട ആവശ്യമില്ല. മീൻ തൊഴിലാളികളെ അപമാനിക്കുന്ന പോലെ അത് അവരെ അപമാനിക്കുന്നത്, അവരെന്തോ ഭയങ്കര ദോഷമായിട്ട് ഉള്ള കാര്യങ്ങൾ, മോശമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ധ്വനി അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായിട്ട് അവരുടെ അടുത്തൊരു ദേഷ്യവുമില്ല. ഇതൊക്കെ ഒരു രാഷ്ട്രീയമായിട്ട് ഒരു അന്തസ്സ് കാണിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ അന്തസ്സ് കാണിക്കണം. രാഷ്ട്രീയ അന്തസ്സോടുകൂടി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാനാണ് എതിർ സ്ഥാനാർത്ഥികളെയും അല്ലെങ്കിൽ എതിർപക്ഷത്തുള്ള വലതുപക്ഷത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് വെല്ലുവിളിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ.